പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ TVS ഇലക്ട്രോണിക്സിന്റെ ന്യൂ പ്രിന്ററായ TVSE LP-46 നിയോ എന്ന പ്രിന്ററിന്റെ അൺബോക്സിംഗും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് TVSയുടെ LP-46 നിയോ ബാർകോഡ് ലേബൽ പ്രിൻ്ററിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൻ്റെ അകത്താണ് പ്രിൻ്റർ ഉള്ളത്. ഓക്കെ, മുകളിൽ നമുക്ക് ഇവിടെയാണ് ഓപ്പൺ ചെയ്യാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ബോക്സിലോ അല്ലെങ്കിൽ ഈ ബോക്സിൻ്റെ അകത്തുള്ള യൂസർ മാനുവലിലോ TVSയുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ആവുന്നതാണ്. കാരണം പല കസ്റ്റമേഴ്സിനും ഇതിൽ റിബൺ കാറ്റേജ് എങ്ങനെ ഇടുന്നതും പേപ്പർ റോൾ അങ്ങനെ വെക്കുന്നതൊന്നും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് അവർ ആ സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ആ തെർമോക്കോൾ പീസ് ഒഴിവാക്കിയ സമയത്ത് പ്രിൻ്റർ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ഈ പേപ്പർ ബോക്സുകളെല്ലാം നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ഓരോരോ പെട്ടിയിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, സ്പെയറുകളുള്ളതാണ്, അത് ശ്രദ്ധിക്കണം. അല്ലേ, ഇതിലാണ് USB കേബിളും പവർ കോഡും വരുന്നത്. അതുപോലെ ഇങ്ക് റിബൺ വരുന്നത് ഈ ഒരു ബോക്സിലാണ്. ഇതിലൊരു ചെറിയ ഡെമോക്ക് വേണ്ടി ഒരു പേപ്പർ റോളും വരുന്നുണ്ട്, അതുപോലെ ഇങ്ക് റോളും വരുന്നുണ്ട്. ഇതാണ് ഇൻസ്റ്റാളേഷൻ ഗൈഡാണ് ഈ കാണുന്നത്, ഈ പേപ്പർ കാണുന്നത്. ഇതൊന്ന് റീഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ അകത്ത് എന്താ ഉള്ളത്, ഇതെങ്ങനെ വെക്കേണ്ടത്, പേപ്പർ റോളും ഇങ്ക് റോളൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത് എല്ലാം ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട് ഡീപ്പായിട്ട്. നിങ്ങൾക്ക് അതേപോലെ ട്രൈ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ വിളിച്ച് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരെ ഈ പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് എടുത്ത് വെക്കാം. അതിനുശേഷം ഈ സൈഡിൽ കാണുന്ന ചെറിയ രണ്ട് ബോക്സും പാടുണ്ട്. അതിലും നമുക്ക് സ്പെയറുകൾ വരുന്നുണ്ട്. ഒന്നിൽ അഡാപ്റ്റർ വരുന്നുണ്ട്. ഇനി നമുക്ക് പ്രിൻ്ററിൻ്റെ പാക്കിംഗ് കവർ റിമൂവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കവർ നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് പൊടി കയറാതൊക്കെ വേണ്ടി നിങ്ങൾക്ക് മൂടി വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രിൻ്റർ വരുന്നത്. ഇവിടെ നമുക്ക് രണ്ട് സൈഡിൽ വെച്ചിട്ടാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. ചെറിയൊരു പ്രസ് ചെയ്യാനുള്ള പോലത്തെ ഒരു ഇതുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ഈ സൈഡിലും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പണായി വരുന്നതാണ്. ഈ ഡോർ ഓപ്പണായി വരുന്നതാണ്. നമുക്ക് പേപ്പർ റോൾ അതേപോലെ ഇങ്ക് റോളെല്ലാം വെക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് വെക്കാനുള്ളത്. ഇവിടെ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഡെമോ പീസ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി പേപ്പർ ഹോൾഡ് ചെയ്തൊക്കെയുള്ള സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അതിലേക്ക് നമ്മൾ പേപ്പർ വെക്കണം. രണ്ട് സൈഡ് സ്റ്റാൻഡ് ശരിക്കും ലോക്ക് ആക്കേണ്ടതുണ്ട്. ആദ്യം നമുക്കൊരു സൈഡ് ലോക്ക് ആക്കിയതിന് ശേഷം പേപ്പർ വെച്ചതിന് ശേഷമാണ് മറ്റേ പീസും സൈഡിലേക്ക് ലോക്ക് ആക്കേണ്ടത്. കറക്റ്റായിട്ട് ആ റോള് വെക്കേണ്ടതാണ്. യെസ്, അതിനുശേഷം ഈ സ്റ്റാൻഡ് വെച്ചാൽ ലോക്ക് ചെയ്യണം. എന്നിട്ട് ഈ സ്റ്റാൻഡ് നേരെ നമുക്ക് പ്രിൻ്ററിൽ ഇൻസേർട്ട് ചെയ്യണം. കണ്ടില്ലേ, അതേപോലെ ഇവിടെ അതിനായിട്ടുള്ളൊരു ഗ്യാപ്പ്, ഒരു ഹോൾഡിങ് കാണാൻ സാധിക്കും. അവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒരിക്കലും ഫ്രണ്ട് സൈഡിലല്ല വെക്കേണ്ടത്, പിറകുവശത്ത് ഇതേപോലെയാണ് വെക്കേണ്ടത്. അപ്പോൾ ചെറിയൊരു സ്റ്റിക്കർ അതിലുണ്ടാവും, അത് റിമൂവ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ പേപ്പർ റോളാവുകയുള്ളൂ. അത് പേപ്പർ വെക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പേപ്പർ ഈ താഴത്തെ ഈ ഗ്രീൻ കളർ കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ വേണം പേപ്പർ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വളരെ കെയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൂടെ പേപ്പർ കൊണ്ടുവരണം. അതേപോലെ കണ്ടില്ലേ, അതേപോലെ പേപ്പർ കൊണ്ടുവരണം. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പേപ്പർ ജാം ഉണ്ടാവുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
പേപ്പർ ഇൻസേർട്ട് ചെയ്യുന്നത് പുട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഇങ്ക് റിബണാണ് വെക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഇങ്ക് റിബണാണ് വരുന്നത്. കുറച്ച് പ്രിൻ്റ് ചെയ്യാൻ മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. ഈ ഇങ്ക് റിബൺ വെക്കാൻ വേണ്ടി പേപ്പറിൻ്റെ ഇവിടെ ചെറിയൊരു പീസ് റോളർ ഉണ്ട്, 2 ഉണ്ടാവും. അത് 2 റിമൂവ് ചെയ്യേണ്ടതാണ്. അത് ജസ്റ്റ് സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവായി പോരുന്നതാണ്. കണ്ടില്ല, ഈ 2 റോളേഴ്സാണ് വരുന്നത്. അത് ജസ്റ്റ് ഇതേപോലെ സൈഡിലേക്കാക്കി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റോളർ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 2 പീസ് വരുന്നുണ്ട്. ആ 2 പീസ് നിങ്ങൾക്ക് പുറത്തോട്ട് എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, രണ്ടാമത്തെ പീസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇതാണ് ഇങ്ക് റിബൺ വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ എടുത്ത 2 റോളേഴ്സിൽ ഒന്നിൽ കണക്ട് ചെയ്യണം. അത് കണ്ടില്ലേ, അതേപോലെ കണക്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം, നല്ലൊരു ടൈറ്റ് ഉണ്ടാവുന്നതാണ്. നല്ലോണം ടൈറ്റാക്കി ആ പ്രസ് ചെയ്ത് അതിനുള്ളിലേക്ക് വെക്കുക. എന്നിട്ട് പിറകു വശത്തെ ഇതിലാണ് നമ്മൾ അവസാനം എടുത്ത ലിവറില്ലേ, അതിൻ്റെ അവിടെയാണ് ഇത് വെക്കാനുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ചെരിച്ചിട്ട് വേണം അത് ഇൻസേർട്ട് ചെയ്യാൻ. അതിനുശേഷം ഇത് ഫ്രണ്ടിലോട്ട് ഇതേപോലെ പേപ്പർ കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ കാണുന്ന രണ്ടാമത്തെ റോളില്ലേ, അതിലേക്ക് ഇത് കണക്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു റിബണിൻ്റെ ഈ ഭാഗം അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ റോളറിൽ നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു വേസ്റ്റ് സാധനം നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ വേസ്റ്റ് വരുന്ന റിബൺ ഇതിലാണ് റോൾ ആവാനുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഒരു റോളറിൻ്റെ തലഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യണം. എന്നിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബാർകോഡ് വേസ്റ്റ് സ്റ്റിക്കർ നിങ്ങൾക്ക് ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെ അതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കുറച്ച് ഭാഗം. ഇപ്പോൾ റിബൺ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോക്ക് ചെയ്യാൻ വിട്ടു പോകരുത്. ലോക്ക് ചെയ്താൽ മാത്രമേ അത് ഡോറ് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കണക്ടിവിറ്റിയിൽ നമുക്ക് പവർ കേബിൾ കണക്ട് ചെയ്യാം. അതേപോലെ USB കേബിളും വരുന്നുണ്ട്. അപ്പം ആദ്യം 2 നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് പ്രിൻ്റർ ഓൺ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ അഡാപ്റ്റർ പവർ കണക്ട് ചെയ്യുകയാണ്. ഒരു അഡാപ്റ്റർ സഹിതമാണ് വരുന്നത്, അല്ല ഡയറക്റ്റ് 3 പിൻ അല്ല വരുന്നത് ഈ മോഡലിന്. അപ്പോൾ അത് ജസ്റ്റ് കറക്റ്റായിട്ട് ആ ഹോൾസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് കണക്ട് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് USB കേബിളാണ് വരുന്നത്. അത് USB-യും കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കണക്ട് ചെയ്താണ് ഞാൻ പ്രിൻ്റർ ഓൺ ആക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. യെസ്, ഓണായി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എറർ ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഇവിടെ അതില്ല, ഗ്രീൻ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രിൻ്റർ റെഡി ടു പ്രിൻറ്റിങ് കണ്ടീഷനാണുള്ളത്. ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ നിന്നും ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കി. യെസ്, പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് അവർ സപ്പോർട്ട് തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.